ഹലോ ആൻഡ് വെൽക്കം. നമ്മൾ വീണ്ടും രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തി ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യുന്ന ആക്ഷേപങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. വെറും ആക്ഷേപം ഉന്നയിക്കലല്ല, അതിന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നായ മഹാദേവപുര, അവിടുത്തെ വോട്ട് ഏത് വിധത്തിലാണ് പോൾ ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമമായി ആളുകളെ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് ഡാറ്റ സഹിതം പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഗൗരവമുള്ള ആരോപണം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ സത്യവാങ്മൂലത്തോടുകൂടെ പരാതി സമർപ്പിക്കാനാണ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പബ്ലിക് ഡൊമൈനിൽ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിലെ ക്രമക്കേടുകൾ ഏതാണ്ട് 1,250,000 വോട്ടുകൾ ക്രമവിരുദ്ധമായി ചേർത്തതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യവാങ്മൂലത്തോടുകൂടി പരാതി നൽകുക, അപ്പോൾ പരിശോധിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP ആകട്ടെ നിങ്ങൾ കോടതിയെ സമീപിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. അതിനവർ മുൻകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് കേസുകളൊക്കെ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ തന്നെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. നമ്മളിത് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റിയാക്ഷനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഇത്രയും ഒരു ഡാറ്റ വെച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ സത്യവാങ്മൂലമൊക്കെ ആയിട്ട് പരാതിയായിട്ട് വരും, എന്നിട്ട് നമുക്ക് പരിശോധിക്കാം എന്ന് പറയലാണോ അതിൻ്റെ ഒരു മറുപടി? അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പൊസിഷനെ തന്നെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ അതിനെ തുരങ്കം വെക്കുന്ന, അണ്ടർമൈൻ ചെയ്യുന്ന ഒരു മറുപടിയായിട്ടാണ് ഏതൊരു തെരഞ്ഞെടുപ്പ് നിരീക്ഷകനും തോന്നുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പം TN ശേഷൻ്റെ കാലം മുതലൊക്കെ നമ്മൾ എന്തുമാത്രം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള TN ശേഷൻ ആ സമയത്ത് നമുക്ക് പത്രപ്രവർത്തകർക്ക് സവിശേഷമായിട്ടൊരു പാസ് തരികയും പോളിംഗ് നടക്കുന്ന പോളിംഗ് ബൂത്തുകളിൽ അവിടുത്തെ പ്രിസൈഡിങ് ആയിട്ടുള്ള ഓഫീസറെയും അവിടുത്തെ പോളിംഗ് ഓഫീസറെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലുമുള്ള അധികാരം പോലും തന്നിട്ടുള്ള ആ രീതിയിലുള്ള ട്രാൻസ്പെറൻസി ഉള്ളൊരു ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ആൾക്കാരാണ് ലീഡർ ഓഫ് ഓപ്പോസിഷനോട്. ഒരാളോടല്ല പറയുന്നത്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രക്രിയ കൊണ്ട് എന്താണോ ലെജിസ്ലേച്ചർ ഉണ്ടാകുന്നത്, അതിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥലം നമ്മുടെ ലോക്സഭ എന്ന് പറയുന്നത്, അതിൻ്റെ ലീഡർ ഓഫ് ഓപ്പോസിഷനോട് പറയുന്നത് സത്യവാങ്മൂലമായിട്ട് വന്നാൽ നിങ്ങൾ പറയുന്ന കാര്യം നമ്മൾ അതിലേക്ക് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഗവേഷണം അത് സത്യത്തിൽ വളരെ ഫിനോമിനലായിട്ടുള്ള ഒരു മാമത്തായിട്ടുള്ളൊരു എക്സസൈസാണ്. അതായത് ഓരോ ബൂത്തിലും അതിൽ തന്നെ ഈ പ്രോബ്ലമാറ്റിക്കായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള വീടുകളിൽ ഫിസിക്കലായിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് അവർ ഈ കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മറ്റ് 4 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ്സാണ് ലീഡ് ചെയ്തത്. ഈ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് വെച്ചിട്ടാണ് ആ സീറ്റ് BJP ജയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഒരു ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അത് ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഉടനെ പരിശോധിക്കാം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു സത്യവാങ്മൂലവുമായിട്ട് വന്നാൽ നമ്മളത് നോക്കാം എന്ന് പറയുന്നത് സത്യത്തിൽ പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയയോട് തന്നെയുള്ള വെല്ലുവിളിയാണ്. എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ TN ശേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, TN ശേഷനൊക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അന്ന് ഒരാൾ മാത്രമാണല്ലോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് TN ശേഷൻ്റെ അധികാരം പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരുപക്ഷെ മൾട്ടി മെമ്പർ ഇലക്ഷൻ കമ്മീഷനൊക്കെ വരുന്നത്. അതിനു മുമ്പ് ഈ ബൂത്ത് റിഗ്ഗിങ്ങിനെ കുറിച്ചുള്ള വലിയ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. സായുധമായിട്ട് ചെന്ന് ബൂത്തുകൾ പിടിച്ചെടുക്കുകയും കൂട്ടത്തോടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വ്യാപകമായിരുന്നു. അതെ. അപ്പോൾ അതിൽ നിന്ന് മുക്തമാക്കുകയാണ് സത്യം പറഞ്ഞാൽ അന്ന് ചെയ്തത്. ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ഇങ്ങനെ സാധിക്കുമോ? ഇത്രയും വോട്ടൊക്കെ ചേർക്കാൻ പറ്റുമോ? ഇവരെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചേർക്കുക? ഇത്ര ആളുകളൊക്കെ എവിടെ നിന്ന് വരും ഈ വോട്ട് ID വെച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ? ഇങ്ങനെയൊക്കെയുള്ള സന്ദേഹങ്ങളൊക്കെ ഉണ്ടാവും. 1,250,000 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സാധ്യമാവും എന്നുള്ളൊരു തോന്നലുണ്ടാവും.
അല്ലല്ല, അത് തീർച്ചയായിട്ടും ആ തോന്നൽ ആ സ്ഥാനത്ത് ശരിയാണ്. പക്ഷേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും സംഘടിതമായിട്ടുള്ള, ഏറ്റവും വലിയ സാമ്പത്തിക സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തെയാണ്. എന്ന് വെച്ചാൽ അത് സംഘപരിവാർ എന്ന് വെച്ചാൽ ഒരു 100 വർഷത്തെ പ്രോജക്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ശേഷൻ ഈ ബൂത്ത് പിടുത്തത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബൂത്ത് പിടുത്തമൊക്കെ ഞാൻ ബീഹാറിൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പല രീതിയിലുള്ള ബൂത്ത് പിടുത്തം കണ്ടിട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പോളിംഗ് നടക്കുന്നതിന് തൊട്ട് മുമ്പേ അക്കാലത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന രാംലഖൻ സിംഗ് യാദവ് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ആദ്യം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ജീപ്പിൽ കുറേ അനുയായികൾ മുമ്പേ വരും. എന്നിട്ട് അവർ ആകാശത്തേക്ക് ഒരു 10 വെടി വയ്ക്കും. പറയും ഒരു 15 മിനിറ്റോളം നേതാവ് വരും. അപ്പോൾ വോട്ടൊക്കെ മര്യാദയ്ക്ക് ചെയ്തേക്കണം എന്ന് വെച്ചാൽ എവിടെ ചെയ്തേക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട്. അപ്പോൾ പിന്നെ അവിടെ ആൾക്കാർ വന്ന് ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് ബാലറ്റ് പേപ്പർ എടുത്ത് അതിങ്ങനെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിലാണ്. 2/3 വോട്ട് രാംലഖൻ സിംഗ് യാദവിനും, 1/3 വോട്ട് പല ഓപ്പോസിഷൻ്റെ പല സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്രന്മാർക്കും ഒക്കെ ആയിട്ട്, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് റാഷണലായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. എണ്ണി കഴിയുമ്പോൾ ഒരു സംശയം തോന്നരുത്. അതെ. അപ്പോൾ അങ്ങനെയല്ല, അത് മാത്രമല്ല, പിന്നെ ഏതാണ്ട് 90% കൂടുതൽ വോട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഇലക്ഷൻ ഇൻവാലിഡ് ആവും ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് നോക്കിയിട്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഈ വോട്ട് ചേർക്കുക എന്നുള്ള സംഭവത്തെ പറ്റി, ഇപ്പം മഹാരാഷ്ട്രയിലാണ് ഈ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബിൽഡിംഗ്, ഒരു ഫ്ലാറ്റ് കോംപ്ലക്സിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും ഗവേഷണവും ഒക്കെ തുടങ്ങുന്നത്. അവിടെയാണ് തുടങ്ങിയത്. ഇത് ഏതാണ്ട് 7-8 മാസം എടുക്കുന്ന ഒരു വലിയ ഓപ്പറേഷനാണ് ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ കണ്ടത്. ഇത് സാധ്യമാണെന്നുള്ളതിന് എനിക്ക് പേഴ്സണലായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 5-6 ബിൽഡിങ്ങുകളിൽ, ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ രീതിയിൽ അവിശ്വസനീയമായ രീതിയിൽ വോട്ട് വർദ്ധിക്കുകയും, തിരഞ്ഞെടുപ്പ് ദിവസം മാത്രം ഞാൻ കാണുന്ന ആൾക്കാർ അവിടെ വന്ന് ഈ സ്ലിപ്പ് വാങ്ങി പോയിട്ട് വോട്ട് ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കണ്ണൂർ, ഇതും നേരത്തെ ഈ ബൂത്ത് പിടിക്കുന്ന പോലെ തന്നെ ഇതും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പല ബിൽഡിങ്ങുകളിലും കൂടിയിട്ടുള്ള അവിടുത്തെ കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ശമ്പളത്തിൽ നിർത്തിയിട്ട് 4-5 മാസം മുമ്പേ ശമ്പളത്തിൽ നിർത്തി ഈ രീതിയിൽ അവിടെ പല ഫ്ലാറ്റുകളും വാങ്ങിയിട്ട് ആൾക്കാർ വിദേശത്തും പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിലൊക്കെ വോട്ട് ചേർത്ത്, അങ്ങനെ ഈ ഡൽഹി ഇലക്ഷനിൽ ഈ ചെറിയൊരു മൈക്രോ സാമ്പിളാണിത്. ഞാൻ പറയുന്നത്, ഇപ്പം കോൺഗ്രസ് പാർട്ടി ഇപ്പം നടത്തിയിട്ടുള്ള ഈ പിന്നെ എക്സസൈസ് പോലെയുള്ള ഒരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഡോർ ടു ഡോറായിട്ട് പോയിട്ടുള്ള ഒരു റിസർച്ചിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു മൈക്രോ സാമ്പിൾ ഈ ഡൽഹി ഇലക്ഷൻ നടക്കുന്ന ദിവസം ഞാൻ കണ്ടിട്ടുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇത് പോസിബിളാണ്. എന്താ വെച്ചാൽ ഇത് 2 കാര്യമാണ്. ഒന്ന്, അതിഭീകരമായ ഒരു ഓർഗനൈസേഷണൽ മിഷനറിയാണ് സംഘപരിവാറിനും BJPക്കും ഉള്ളത്. വളരെ സംഘടിതമായിട്ടുള്ള, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന, അതോടൊപ്പം ഈ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിൽ പൈസ എക്സ്പെൻഡ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു പാർട്ടിയാണ്. ഇതാണ് ഈ ഒരുപക്ഷെ ഈ BJPയും മറ്റ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. BJP എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി 365 days 24/7 എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ, അവർ പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ ടു ഇലക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ചെറിയ മാറ്റം കൂടിയാണ് ഇപ്പം ഈ ഒരു വിഷുവിൽ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഈ റിസർച്ച് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എങ്ങനെയാണ് ഒരു മാസ് മൂവ്മെൻറ്റായിട്ട് തന്നെ മാറ്റുക എന്നതിനെ പറ്റിയിട്ട് കൃത്യമായൊരു ധാരണ ഇപ്പോഴും പ്രതിപക്ഷത്തിനില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് പറയുമ്പോഴേ ഇപ്പോൾ ഇതെങ്ങനെ ഇത് മുമ്പോട്ട് പോകും എന്നുള്ളൊരു ചോദ്യം ഈ വാർത്താസമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ മണ്ഡലങ്ങൾ ഇതുപോലെ പൊട്ടൻഷ്യൽ സാധ്യതയുള്ള, അതായത് കോൺഗ്രസ്സിന് ജയസാധ്യത ഉണ്ടെന്ന് അവർ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ചെറിയ മാർജിനിൽ BJP ജയിച്ച മണ്ഡലങ്ങൾ എടുത്തിട്ട് അവർ കൂടുതൽ എക്സ്റ്റെൻസീവായ റിസർച്ചിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ പോകുമായിരിക്കാം, പക്ഷേ എന്നാൽ പോലും അതിന് ഇതേപോലെ സമയമെടുക്കും.
ഇപ്പോൾ ഈ മണ്ഡലത്തിലെ കാര്യം ഇന്നലെ രാഹുൽ ഗാന്ധി പറയുന്നത് ഏതാണ്ട് 7 മാസം എടുത്തു 7 മാസം എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ സാമ്പിൾ എടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മീഡിയ അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് ഇന്നലത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. കാരണം അവർ വാർത്ത കൊടുത്തു, പക്ഷേ അതിൻ്റെ ഒരു ആൻസറിലേക്ക് എത്താനോ അല്ലെങ്കിൽ ആൻസർ വേണമെന്ന് ഡിമാൻഡ് ചെയ്യാനോ മീഡിയ ശ്രമിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് കോൺഗ്രസ് ഇത് ഒറ്റയ്ക്കാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഒരു പിന്തുണ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുണ്ടാവും. പക്ഷേ ഇത് ഒരു ഇന്ത്യ അലയൻസിൻ്റെ മൊത്തം ഇഷ്യൂ ആയിട്ട് അങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ജനകീയമായ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഉള്ള പത്രസമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലോ ഒക്കെ ഒതുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരുവിലിറങ്ങി പ്രവർത്തിക്കാതെ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബീഹാറിൽ നടന്നിട്ടുള്ള ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അവിടെ 65 ലക്ഷം വോട്ടുകൾ കാണാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ 65 ലക്ഷം വോട്ടുകൾ കാണാതായ ഒരു സാഹചര്യത്തിൽ 1 ലക്ഷം ആൾക്കാരുടെയെങ്കിലും ഒരു പ്രകടനമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു അജിറ്റേഷനോ അത് വളർത്തിയെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയേണ്ടതല്ലേ? പ്രത്യേകിച്ചും ബീഹാറിൽ വലിയ രീതിയിൽ സംഘടനാപരമായ വേരോട്ടമുള്ള രാഷ്ട്രീയ ജനതാദൾ പോലുള്ള പാർട്ടികൾ പ്രതിപക്ഷ നിരയിലുള്ളപ്പോൾ അത് സംഭവിക്കുന്നില്ല. അപ്പം അത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മൈനസ് പോയിൻ്റാണ്. നേരെ മറിച്ച് ഇതിങ്ങനൊരു സിറ്റുവേഷൻ BJP ആണ് ഫേസ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വലിയ രീതിയിലുള്ള സ്ട്രീറ്റ് എജിറ്റേഷൻ നമ്മൾ കണ്ടേനെ. അപ്പോൾ ആ ഒരു വലിയ ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. അത് എങ്ങനെ അത് അഡ്രസ്സ് ചെയ്യുന്നത് ഓർഗനൈസേഷണലായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഓർഗനൈസേഷനായിട്ടുള്ള ആ സംഭവം അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, അതിനു വേണ്ടിയുള്ളൊരു മാനസികമായിട്ടുള്ള സ്ഥൈര്യം ഒക്കെ പ്രതിപക്ഷ നിരയിൽ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിപ്പോഴും ആബ്സെൻ്റാണ്. ഇത് ഈ ഒരു വർക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ വർക്കിനെ അതിനെ നിരാകരിച്ചുകൊണ്ടല്ല പറഞ്ഞത്. ഇത് വലിയ വർക്കാണ്. 7 മാസം എടുത്ത് ചെയ്തിട്ടുള്ള ഈ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതെല്ലാ സ്ഥലത്തും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇതിൽ വലിയ പൈസയൊക്കെ ചിലവായിട്ടുണ്ടാവും കോൺഗ്രസ്, പക്ഷേ അതിന് കമൻസറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു മാസ് മൂവ്മെൻറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നില്ല. ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച ഒരു സ്ഥിതിവിശേഷം എന്തായിരുന്നു നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടാവുകയും അതിനെതിരെ ഉണ്ടായിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കിയെടുക്കാൻ JP പോലെ ഒരാൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ സമ്പ്രദായങ്ങൾ വളരെ കൂടുതൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ മെസ്സേജ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മാധ്യമങ്ങൾ കംപ്ലീറ്റായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇതിനെ വേണ്ടത്ര ഗൗരവത്തിൽ, കേരളം പോലെ ഇത്രയും കൂടുതൽ മീഡിയ പെനിട്രേഷനുള്ള സ്ഥലത്ത് പോലും മാധ്യമങ്ങൾ ഇത് വേണ്ട രീതിയിൽ ഈ കാര്യം ചർച്ച ചെയ്യുകയോ ഇതിനെപ്പറ്റി വേണ്ട രീതിയിലുള്ള കവറേജ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു കഴിഞ്ഞ 2 ദിവസത്തെ കവറേജ് കാണുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീലിംഗ് അതാണ്. അപ്പം ആ ഒരു ഡ്രോബാക്ക് അവിടെയുണ്ട്. ആ ഡ്രോബാക്ക് മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഓപ്പോസിഷന് സാധിക്കേണ്ടതാണ്. അതും സാധിക്കുന്നില്ല. പിന്നെ ഇതിലൊക്കെ ആൾക്കാരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ ഈ നേരത്തെയൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ സമരം ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ എക്സ്പ്രഷൻ്റെ ഒരു ഭാഗമായിരുന്നു. മാസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എക്സ്പ്രഷൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം നിങ്ങളൊരു വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയോ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുകയോ ചെയ്താൽ നിങ്ങളുടെ ആ ഒരു വലിയ ഓപ്പോസിഷൻ സീൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള നിങ്ങളുടെ സാധനത്തിന് ഒരു ഔട്ട്ലെറ്റ് കിട്ടുകയും അതോടുകൂടി ഒരു എളുപ്പത്തിൽ നമ്മുടെ പ്രതിഷേധം അവസാനിച്ചു എന്ന് മറ്റുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുന്നുണ്ടോ എന്ന് പോലും. പക്ഷേ സത്യത്തിൽ ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ, ഞാൻ ഡൽഹിയിൽ നിന്ന് വളരെ സൂക്ഷ്മമായി അവരുടെ നേതൃത്വം പ്രവർത്തിക്കുന്ന സമയത്ത് ആദ്യമായി സോഷ്യൽ മീഡിയ ഇന്ത്യയിൽ ഡിസ്കവർ ചെയ്യുന്ന പാർട്ടി BJP ആണ്. ആദ്യമായ ഒരു സോഷ്യൽ മീഡിയ ഫാക്ടറി സ്ഥാപിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലാണ്. ആ രീതിയിലുള്ളൊരു സിസ്റ്റം ഇതുവരെ പ്രതിപക്ഷ പാർട്ടികൾക്കില്ല. ഉള്ളത് തന്നെ ഈ സംഘടിതമായിട്ടുള്ള ഈ സൈബർ ആർമികളെന്നൊക്കെ പറയുന്നത് വളരെ പാത്തറ്റിക് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു വികൃതമായ ഒരു 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 ഇമിറ്റേഷനാണ് മറ്റ് BJPയും സംഘപരിവാരം ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ട്
കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഈ മാസ് മൂവ്മെൻറ്റിലേക്ക് പാതയിലേക്ക് പ്രതിപക്ഷത്തിന് എപ്പോൾ പോകാൻ പറ്റുമോ, അവർക്ക് എപ്പോൾ അതിനുള്ള ഒരു ഓർഗനൈസേഷണൽ, മോറൽ, ഐഡിയോളജിക്കൽ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ, അപ്പോൾ മാത്രമേ ഈ ഒരു കാര്യം മുന്നോട്ട്. ഇത് പ്രത്യേകിച്ചും നമ്മൾ ഫേസ് ചെയ്യുന്നത് ഏറ്റവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ മൂലക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയിൽ മേലെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ നേരിടാൻ വേണ്ടിയിട്ട് ആ വെല്ലുവിളി മനസ്സിലാക്കാനും ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനകീയമായ പ്രതിരോധം ഉണ്ടാക്കാനും പറ്റിയില്ലെങ്കിൽ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ഇപ്പോൾ 2014 മുതൽ ഇങ്ങോട്ട് നമ്മൾ പല ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് തന്നെ മുൻകൂട്ടി അറിയിക്കുന്നു എന്നൊക്കെയുള്ള ആ ലെവലിൽ വരെയുള്ള ആക്ഷേപങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പൊടുന്നനെ മാറുന്നത് അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. മാറിപ്പോയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ ഇൻകം ടാക്സും ഇഡിയും റെയ്ഡ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ പോൾ ചെയ്ത വോട്ടും കൗണ്ട് ചെയ്ത വോട്ടും തമ്മിലുള്ള വ്യത്യാസം, പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ കൗണ്ട് ചെയ്യുകയോ പോൾ ചെയ്ത് അത്രയും കൗണ്ട് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള പരാതികൾ പോകുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടൊന്നും ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഫുൾ പ്രൂഫായൊരു സംവിധാനം ഉണ്ടാക്കാൻ പാകത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു കമ്മീഷൻ്റെ വിശ്വാസ്യത അവിടെ തന്നെ ചോദ്യചിഹ്നമാണ്. അത് കൂടുതൽ ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതിൽ കാവിഞ്ഞു ഒന്നും സംഭവിക്കില്ല എന്നൊരു തോന്നൽ കമ്മീഷനും ഇവിടുത്തെ സിസ്റ്റത്തിനും എല്ലാത്തിനും ഉണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ ജേർണലിസത്തിൽ ഡൽഹിയിൽ പണിയെടുക്കുന്ന സമയത്ത് എൻ്റെ ജേർണലിസം ബീറ്റിൻ്റെ ഭാഗമായി 10-12 കൊല്ലം കവർ ചെയ്ത ഒരാളാണ് ഞാൻ. TN ശേഷൻ്റെ കാലം മുതൽ ഞാൻ പറഞ്ഞു, ഈ ആക്സസ്, പത്രക്കാർക്കുള്ള ആക്സസ്, പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സംവിധാനം, അന്ന് ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടെലിഫോണിലൂടെയും നമ്മൾ സാധാരണ സ്നെയിൽ മെയിൽ എന്ന് വിളിക്കുന്ന സാധാരണ തപാലിലൂടെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി തരുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒക്കെ നമ്മൾ വിളിച്ചാൽ ഫോൺ നേരിട്ടെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മിസ് കോളിന് ഓഫീസിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയോ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇലക്ഷൻ കമ്മീഷന് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ബീറ്റ് ഞാൻ ഹിന്ദുവിൽ നിന്ന് വിടുന്ന സമയത്ത് ജേർണലിസ്റ്റിക് ആക്റ്റീവായിട്ടൊരു ഫീൽഡ് റിപ്പോർട്ടർ എന്ന നിലയിലുള്ള ബീറ്റ് നിന്ന് മാറി സീനിയർ അസോസിയേറ്റ് എഡിറ്റർക്ക് ആയ സമയത്ത് അങ്ങനെ ഒരു ബീറ്റ് പ്രത്യേകമായി ചെയ്യുന്നില്ല. പക്ഷെ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷമായി പ്രത്യേകിച്ചും ഒരു കോളിന് മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കിട്ടില്ല. നിങ്ങൾ ഇമെയിലിൽ ഒരു ചോദ്യം അയച്ചാൽ അതിന് മറുപടി കിട്ടില്ല. ഒക്കെ കിട്ടുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് അടക്കം പറയുന്നത്, പക്ഷെ അത് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റായിട്ട് ഒരു മതിൽ തങ്ങൾക്കും പത്രപ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷനുണ്ട്. പത്രപ്രവർത്തകരുടെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ കാര്യം പിന്നെ അതിനപ്പുറം പറയേണ്ട കാര്യമില്ല. വലിയ നേതാക്കന്മാർ പോലും പറയുന്നത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഇലക്ഷൻ കമ്മീഷൻ ഇംപെർവിയസ് ആണ്. അവർക്ക് നിങ്ങൾ എന്ത് വേണേൽ ചെയ്തോളൂ, ഞങ്ങൾ നിങ്ങളോട് മറുപടി പറയില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. ആ തീരുമാനം അവർ നടപ്പാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പുല്ലുവില എന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ചോദ്യങ്ങളോടും മാധ്യമപ്രവർത്തകരുടെ അവരുടെ എക്സസൈസിനോടും അവരുടെ ഈ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയുള്ള അവരുടെ അഭ്യർത്ഥനയോടൊക്കെ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത് തന്നെയാണ് വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം. ഇതും വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിഷന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ സംഭവങ്ങൾക്കിടയിൽ ഇത് കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള സംഭവത്തിലുണ്ടായിട്ടുള്ള ഒരുപക്ഷെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് കോൺഗ്രസ്സിന് കരുതാവുന്നത് ശശി തരൂർ കഴിഞ്ഞ 1-2 മാസമായിട്ട് അദ്ദേഹം കോൺഗ്രസ്സിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിയമ്പുകൾ ഒഴിവാക്കി അദ്ദേഹം ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള കാര്യം ശരിയാണെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണെന്നും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാൻ ബാധ്യസ്ഥമാണെന്നും പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റു തരത്തിലുള്ള ലാർജർ ഇത് ഈ ഇംപെർവിയസ്നെസ് ഒരുപക്ഷെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ലക്ഷണമാണ് എന്നെല്ലാം പറയണം. അതിൽ ഈ
ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിട്ടിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന പാനലിൽ ഉൾപ്പെടുത്തിയിരുന്നല്ലോ. അത് മറികടന്നുകൊണ്ടാണ് നിയമം കൊണ്ടുവരുന്നത്. പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി പ്രതിപക്ഷ നേതാവ്. പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം സർക്കാരിനായി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല, അല്ലെങ്കിൽ സർക്കാർ എന്താണോ നിശ്ചയിക്കുന്നത് അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു മട്ടിലേക്ക് ഇതിനൊരു സ്വതന്ത്ര സ്വഭാവം എന്നുള്ളത് ഏതാണ്ട് ഇല്ലാതായി എന്ന് കമ്മീഷൻ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനനുസരിച്ച് കമ്മീഷൻ പ്രവർത്തിക്കുന്നു. അതാണ് നമ്മുടെ തുറച്ചു നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് സത്യത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത്, നേരത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞ സമയത്തൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഫാക്ട് ഫൈൻഡിങ് എക്സസൈസ് നടത്താതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ പോയാൽ അത് ഗുണം ചെയ്യില്ല. വെറും ഹിയർസയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിതിവിവര കണക്കുകളുടെ മാത്രം, അതായത് നമുക്ക് പോൾ ചെയ്ത വോട്ടും ഇതാക്കിയ വോട്ടും അതൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അതായത് ഇന്ത്യയിലുള്ള ഈ തരത്തിൽ ഡിസ്ക്രിപ്പൻസി ഇല്ലാത്ത 4 കോൺസ്റ്റിറ്റ്യുവൻസികൾ മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൂ എന്ന് IIT-യിലെയും IIM-ലെയും റിട്ടയർഡ് പ്രൊഫസർമാരടക്കമുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള ഗവേഷണത്തിൽ, അവർ വെറും കണക്ക് വെച്ച് നടത്തിയ ഗവേഷണത്തിൽ. പക്ഷേ ഇതിലിപ്പം ഈ കാര്യത്തിൽ ഈ ഫീൽഡ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ വീടാന്തരം പോയി അന്വേഷിച്ച് ഈ വോട്ടുകൾ കൂടുതലുള്ള ഫ്ലാറ്റുകളുടെ സമുച്ചയത്തിൽ പോയി അന്വേഷിച്ചത് അത്തരത്തിലുള്ള എക്സസൈസിൽ നിന്ന് കൂടുതൽ ഒരു വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ തറോ ആയിട്ടുള്ള കണിശമായ ഒരു ഗവേഷണമാണ് എന്നുള്ള മട്ടിലാണ് രാഹുൽ ഗാന്ധി ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പം ഈ ഇംപെർവിയസ്നെസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞങ്ങൾ തോന്നിയ പോലെ പ്രവർത്തിക്കുള്ളൂ, ഞങ്ങൾ ആരോടും മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല. അതാണിപ്പം രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം എഴുതി തന്നാൽ ഞങ്ങളിത് പരിശോധിക്കാമെന്ന് പറയുന്നത്. ഞങ്ങൾ ആരോടും മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല. പിന്നെന്താണ്? പിന്നെ സർക്കാരിൻ്റെ മറ്റൊരു യന്ത്രമായിട്ട് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, സ്വതന്ത്ര സ്ഥാപനമാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ വളരെ പ്രകടവും മൂർത്തവുമായിട്ടുള്ള ഒരു തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതിരിക്കുക, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി പറയായ്മയെ വേണ്ട രീതിയിൽ ഈ പോകുന്ന വെളിപ്പെടുത്തലുകളെയും അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാത്തതിനെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ മൂലക്കല്ലുകളായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാതെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുടെ വീട്ട് നമ്പർ 00 ഇങ്ങനെ 1 2 വന്നു കഴിഞ്ഞാൽ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധത്തിൽ സംഭവിച്ചാണെന്ന്. ഇത് നിരവധി ഇങ്ങനെ വീട്ട് നമ്പറുകൾ 00 എന്നും 0 എന്നും ഒക്കെ കാണുന്നു. അതുപോലെ പിതാവിൻ്റെ പേര് വെറും ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഇങ്ങനെ അടിച്ച് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു. അത് ഒന്നല്ല പലത് കാണുന്നു. വളരെ ഗ്ലെയറിങ് ആണല്ലോ ഇതൊക്കെ. മറ്റേതിപ്പോൾ ഇരട്ടിപ്പ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് സാധ്യത വേറെ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് വേറെ ഏതെങ്കിലും വിധത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ ആധാർ ബന്ധിപ്പിക്കാത്തതുകൊണ്ട് ഒരാൾ ഇവിടെ ചേർത്ത ആൾ വേറെ എവിടെയെങ്കിലും പോയി ചേർത്താൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇതെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കേണ്ടതല്ലേ? ഇത് ചെറിയൊരു ചെറിയ ഫിഗ് ലീഫ് പോലും ഇല്ലാതെ ഉള്ള നഗ്നതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിഗ് ലീഫാണ് സാധാരണ പറയാം നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ സംഭവം. ഫിഗ് ലീഗ് പോലും ഇല്ലാത്ത ഒരു നഗ്നതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ നഗ്നത അലങ്കാരമാണ്, ആ നഗ്നത ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ അധികാരമാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. കൃത്യമായും ഈ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത്. അപ്പം മറുപടി ഇതന്നെയുള്ളൂ. ഇതിനൊരു ജനകീയമായ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മളിപ്പോൾ മറ്റ് ചില രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെ, ഇപ്പോൾ റഷ്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പുടിൻ മത്സരിക്കുന്നു, പുടിൻ ജയിക്കുന്നു, ജനാധിപത്യം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് അവിടെ ഒരു മത്സരം നടക്കുന്നു എന്നുള്ള അതിനെ കുറെ കൂടെ എന്താ പറയുക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും അതേ രീതി ഇവിടെ കോപ്പി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ബെലാറൂസിൽ അതിൻ്റെ ഒരു റിപ്ലിക്കയാണ് നടന്നത്. പക്ഷെ ബെലാറൂസിൽ അങ്ങനെ നടന്നിട്ട് മാസങ്ങളോളം ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി. പക്ഷേ അതിനെക്കൊണ്ട് ഫലം ഉണ്ടായില്ല. പക്ഷേ ജനങ്ങൾ ഈ പ്രസിഡൻറ്റിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും മുമ്പിൽ മാസങ്ങളോളം നിന്നുകൊണ്ടുള്ള നമ്മുടെ കർഷകന്മാർ നടത്തിയ സമരം പോലെയുള്ള വലിയ ഉപരോധ സമരം നടത്തി. അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് ഫലം ഉണ്ടായില്ല, അടിച്ചമർത്തപ്പെട്ടു.
പക്ഷെ അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് പോലും ഇവിടെ നടക്കുന്നില്ല, ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും എന്താ പറയുക ട്രാജിക് ആയിട്ടുള്ളൊരു അവസ്ഥ. അത് പറയുമ്പോഴേ ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ പറയുന്ന വോട്ടർ പട്ടിക പരിശോധിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന അനോമലീസ് മുഴുവൻ 1,250,000 വോട്ടാണ്, ഒന്നും രണ്ടും വോട്ടല്ല അനോമലി ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അവിടെയും ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു സംഘടനാ ദൗർബല്യം പ്രതിഫലിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടിക ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് സൂക്ഷ്മമായി പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നതുകൊണ്ടുകൂടിയല്ല, അതിനുള്ള സംഘടനാശേഷി ഇല്ലാത്തതുകൊണ്ടുകൂടിയല്ലേ ഇത് ഫലപ്രദമായി ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത്. അതെ, അത് സംശയമൊന്നുമില്ല. ബേസിക്കായിട്ടെന്ന് വെച്ചാൽ ഞാൻ ഉത്തരേന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം, ഇപ്പം കേരളം പോലുള്ള സ്ഥലത്ത് അത് വേണ്ടത്ര എഫക്റ്റീവായിട്ട് BJP ചെയ്തിട്ടില്ല. പക്ഷേ UP, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ BJPയുടെ സംഘടനാ സംവിധാനത്തിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിൽ ബൂത്ത് കമ്മിറ്റിയാണ് നമ്മുടെയൊക്കെ സാധാരണഗതിയിൽ താഴേക്കായിട്ടുള്ള ഒരു കമ്മിറ്റി എന്ന് നമ്മൾ കേരളത്തിലൊക്കെ അറിയുന്നത്, നമ്മൾ പാർട്ടികളുടെ. പക്ഷേ ഈ BJPയുടെ സംഘടനാ സംവിധാനത്തിൽ പന്ന പ്രമുഖ് എന്ന് പറഞ്ഞ ഒരു തസ്തികയുണ്ട്. ഈ പന്ന പ്രമുഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ന എന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ പേര് അടിച്ചിട്ടുള്ള ഒരു ഷീറ്റ്, ഒരു പേറ്റാണ്. അപ്പോൾ ഒരു ഷീറ്റിലാണ് പന്ന എന്ന് പറഞ്ഞത്. ഈ പന്നയ്ക്ക് ഒരു പ്രമുഖുണ്ട്. ഈ ഒരു ഷീറ്റിലുള്ള വോട്ടർമാരുടെ ഉത്തരവാദിത്വം ഒരാൾക്കും അയാൾക്ക് കൂടെ പ്രവർത്തിക്കുന്ന 3 ആൾക്കാരടങ്ങുന്ന ഒരു ടീമിനുമാണ്. അങ്ങനെ 4 പേരാണ് ഈ ഒരു ഷീറ്റ് അവർ പരിശോധിക്കുകയും അത് നിരന്തരമായി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 24/7 മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാവും, അവർക്കറിയാം. പക്ഷേ ഇവിടെ ഈ ഒരു ഒഴിഞ്ഞെടുക്കുന്ന വീട് ചെയ്ത് അവിടെ എത്ര വോട്ടർമാരെ ചേർക്കാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാ കാര്യം അറിയാം. ആരുടെ വോട്ടാണ് തള്ളേണ്ടത്. ഇപ്പോൾ ഇന്ന ആളുടെ വോട്ട് ഒരിക്കലും നമുക്ക് കിട്ടാത്തതാണ്, ആ വോട്ട് നമുക്ക് തള്ളിക്കാനുണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പന്ന പ്രമുഖ് എന്നൊക്കെ പറയുന്ന ഒരു ഓർഗനൈസേഷണൽ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയുടെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എത്രമാത്രം റിഫൈൻഡായി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയുള്ള റിഫൈൻഡായിട്ടുള്ള വളരെ ഷാർപ്പായിട്ടൊരു ഓർഗനൈസേഷണൽ മെഷീനറിക്ക് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് വളർന്നു വരുന്ന ചില മുദ്രാവാക്യങ്ങളുടെ മുകളിൽ വോട്ട് ഉണ്ടാക്കി ജനങ്ങളുടെ ഒരു ആവേശത്തിൻ്റെയും ഒരു ആഹ്ലാദത്തിൻ്റെയും ഒരു തെറിയടിപ്പിൽ ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ നമുക്കുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നലത്തെ ഈ വലിയ റെവലേഷന് ശേഷം, ഈ വെളിപ്പെടുത്തലിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പോടാപുല്ലെ എന്ന് പറയുന്ന സമീപനവും അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ആന്തരികമായ ബലഹീനതയുമാണ്, വളരെ പ്രകടമായ ആന്തരിക ബലഹീനത എന്ന് വെച്ചാൽ അത് ഒളിഞ്ഞിരിക്കുന്നതല്ല, വളരെ പ്രകടമായ ബലഹീനതകളുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സുസ്ഥിരതയ്ക്ക്, അതിൻ്റെ നിലനിൽപ്പിന്, അതിൻ്റെ മുന്നോട്ട് പോക്കിന് ഒക്കെ വലിയ വെല്ലുവിളിയാണെന്നുള്ളതാണ് വസ്തുത. റൈറ്റ്. എന്തായാലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു 7 മാസം സൂക്ഷ്മമായി ജോലി ചെയ്ത് ഡാറ്റ സഹിതം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ, തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെ ഒക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രതിപക്ഷ ശബ്ദത്തിൻ്റെ ദൗർബല്യങ്ങളെ കൂടി അത് തുറന്ന് കാണിക്കുന്നുമുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.